ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രോയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതുവരെ ഇട്ട വീഡിയോകൾ വളരെ ശക്തമായി കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ്. അതായത് ഒരു ട്രേഡർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ കാൻഡിൽ സ്റ്റിക്സിനെയാണ്. അതായത് ഒരു കാൻഡിൽ സ്റ്റിക്സ് എങ്ങോട്ട് നീങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാൻഡിൽ സ്റ്റിക്ക് എങ്ങോട്ട് നീങ്ങുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് എക്സാക്ട്ലി ഒരു ട്രേഡ് പല ട്രേഡേഴ്സും പ്ലാൻ ചെയ്യുന്നത്. അലോങ് വിത്ത് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സപ്പോർട്ട്സ് അവർ നോക്കും. ബട്ട് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചാർട്ടിൽ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്, മിനിറ്റ്, അതുപോലെ തന്നെ ഹവേഴ്സ്, ഡെയിലി, വീക്ക്ലി, മന്ത്ലി എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാൻഡിൽ സ്റ്റിക്സ് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, മാസ്റ്ററിങ് ദ ബേസിക്സ് ഫോർ ബെറ്റർ ട്രേഡിംഗ് ഡിസിഷൻ. അതായത് ഈ കാൻഡിൽ സ്റ്റിക്സ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കാൻഡിൽ സ്റ്റിക്സിൻ്റെയും അതുപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ശക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, വാട്ട് ആർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്? എന്താണ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറയുന്നത്? നിങ്ങളിത് പോസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തായാലും മനസ്സിലാവും. കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആർ എ വേ ഓഫ് വിഷ്വലൈസിങ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. They provide insights into market sentiment and potential future price movements by showing the opening, closing, high and low prices for a given period. അതായത് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആർ എ വേ ഓഫ് വിഷ്വലൈസിങ് പ്രൈസ് മൂവ്മെൻറ്റ്സ്. അതായത് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ, ഒരു വിഷ്വലൈസ് ചെയ്യുന്നൊരു രീതി നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൻഡിൽ സ്റ്റിക്സ് നോക്കുന്നത് ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പം ട്രേഡബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, നമുക്ക് ഈ ഒരു സംഭവം സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെ തന്നെ US സ്റ്റോക്ക് മാർക്കറ്റ്, ബിറ്റ് കോയിൻ, അതുപോലെ തന്നെ ഈ ട്രേഡബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസ്, അതിലൊക്കെ നമുക്ക് ഈ കാൻഡിൽ സ്റ്റിക്സിൻ്റെ യൂസേജ് വളരെ എക്സ്ട്രീമാണ്. ഓക്കെ, അത് നമുക്കൊരു നല്ലൊരു ഉൾക്കാഴ്ച തരും. മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റിനെ പറ്റിയിട്ട് നല്ലൊരു ഉൾക്കാഴ്ച നമുക്കിത് പ്രൊവൈഡ് ചെയ്ത് തരും. അതുപോലെ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സ്, അതായത് ഈ പ്രൈസിന് നെക്സ്റ്റ് എങ്ങോട്ടേക്ക് പോകും എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കാൻഡിൽ സ്റ്റിക്സ്, ഓരോ കാൻഡിൽ സ്റ്റിക്കും ഓരോ കഥ പറയുന്നുണ്ടെന്ന് പറയുന്നത് വളരെ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ റീജിയനിൽ നമ്മുടെ കാൻഡിൽ സ്റ്റിക്സ് പോകുമ്പം അവിടുന്ന് റിവേഴ്സ് ആയിട്ടുള്ള സിഗ്നൽസ് കാൻഡിൽ സ്റ്റിക്സിന് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ കാൻഡിൽ സ്റ്റിക്സിൻ്റെ ഈ സിഗ്നൽ കണ്ടിട്ട് മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും എന്ന് നമുക്ക് പ്രീവിയസ്ലി പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേഡ് എടുക്കാൻ പറ്റും. 70 to 80% പ്രോബബിലിറ്റീസിൽ നിങ്ങൾക്കൊരു ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഓഫ് കോഴ്സ് ഇമോഷൻസ് മറ്റൊരു കാറ്റഗറിയാണ്, അത് കൂടി നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കണം, അലോങ് വിത്ത് പൊസിഷൻ സൈസിങ് കൂടിയിട്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേഡർ ആകൂ. ഞാൻ ഈ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ ഒന്ന് മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചു പോകരുത്. കാരണം അതിൻ്റെ കൂടെ മറ്റേത് കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടുള്ള എന്താ പറയുക, ഡിലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. ഓക്കെ, ഇത് നമ്മുടെ ഇമേജസ് ഓഫ് എ കാൻഡിൽ സ്റ്റിക്ക് ആണ്. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു റെഡ് ക്യാൻഡിലും അതുപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിലും കാണാം. ഓഫ് കോഴ്സ് നിങ്ങൾ ഈ ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ട് ഓപ്പൺ ചെയ്താൽ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലുള്ളത്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താണെന്ന് അറിയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഓരോ കാൻഡിൽ സ്റ്റിക്കും നന്നായിട്ടുള്ള കഥ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റെഡ് ക്യാൻഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നിങ്ങൾ ഏറ്റവും ഇവിടെ താഴെ നോക്കിയാൽ മതി, മനസ്സിലാകും. ലോ പ്രൈസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ ഒരു വിക്കിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ പ്രൈസ് മുകളിലത്തെ ടോപ്പിലായിട്ടുള്ള വിക്കിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലോ ഹൈ എന്ന് പറയുന്നത് ഇപ്പം ഓരോ കാൻഡിൽ സ്റ്റിക്സ് ഞാൻ പറഞ്ഞല്ലോ, 1 മിനിറ്റ് മുതൽ 1 വർഷം വരെയുള്ള കാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്.
അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഡൗൺ പോയിന്റിൽ ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നടത്തിയ ഏറ്റവും ലോ പോയിൻ്റാണ് ഈ ലോ പ്രൈസ് എന്ന് പറയുന്ന ഈ ഇവിടെ ഏരോയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്. അതുപോലെ തന്നെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് അതിൻ്റെ ഹൈ ആണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ റെഡ് ക്യാൻഡലിൻ്റെ കേസിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ടോപ്പിലായിരിക്കും. അതുകൊണ്ടാണ് അത് ടോപ്പിലായിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് അത് ക്ലോസ് ചെയ്യുന്നത് ബോട്ടം ആയിരിക്കും. അതുകൊണ്ടാണ് അത് എന്താണ് പറയുക റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതും. മാർക്കറ്റ് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ ബിയറിഷ് രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ റെഡ് ക്യാൻഡിൽ അവിടെ വരുന്നത്. ഇനി ബുള്ളിഷ് ക്യാൻഡിൽ നോക്കാം. ബുള്ളിഷ് ക്യാൻഡിൽ ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റാണ്, എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. അതിൻ്റെ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് ഡൗൺ സൈഡിലായിരിക്കും, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നത് ഹൈയിലായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഹൈ പ്രൈസ് എന്ന് പറയുന്നത് അപ്പർ വീക്കിലെ ഹൈ പോയിൻറ്റും ലോ പ്രൈസ് എന്ന് പറയുന്നത് ലോവർ വീക്കിലെ ലോ പോയിൻറ്റും ആയിരിക്കും. അനാട്ടമി ഓഫ് കാൻഡിൽ സ്റ്റിക്ക്, അതായത് നമ്മളിപ്പോൾ ഹ്യൂമൻ അനാട്ടമി ശരീരഘടനയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ 10ാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം കാൻഡിൽ സ്റ്റിക്സിൻ്റെ അനാട്ടമി പഠിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഒരു ക്യാൻഡിലിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണുള്ളത് ഒരു ക്യാൻഡിലിന്. അപ്പോൾ അതിൻ്റെ 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബോഡിയാണ്, മറ്റൊന്ന് വിക്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഷാഡോസ് എന്നും അതിനെ പറയാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കളർ തന്നെയാണ്. അത് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബട്ട് ഗ്ലോബലി നമ്മൾ ആ ചാർട്ടിൽ നോക്കുമ്പോഴും ഭൂരിഭാഗം ട്രേഡേഴ്സ് അറിയുന്നതും ഗ്രീൻ കളർ ആൻഡ് റെഡ് കളറിലൂടെയാണ്. ഓക്കെ, നമുക്ക് ബോഡി എന്താണെന്ന് നോക്കാം. ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള പിക്ചർ നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, ചെറിയൊരു ഡെഫിനിഷൻ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അടുത്ത സ്ലൈഡ് കാണുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടണമെങ്കിൽ നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ദ തിക്ക് പാർട്ട് ഓഫ് ദ കാൻഡിൽ സ്റ്റിക്ക് ഷോയിങ് ദ ഓപ്പൺ ആൻഡ് ക്ലോസസ് പ്രൈസസ്. അതായത് തിക്ക് പാർട്ട്, അതായത് ക്യാൻഡിലിൻ്റെ യഥാർത്ഥ ബോഡി എന്ന് പറയുന്നത് ആ ഗ്രീൻ കളേർഡ് അല്ലെങ്കിൽ റെഡ് കളേർഡ് ആയിട്ടുള്ള പോർഷനാണ്. ആ തടിച്ചൊരു ഭാഗം ക്യാൻഡിൽ സ്റ്റിക്ക് ഷോയിങ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് പ്രൈസ്, അതായത് ഓപ്പൺ പ്രൈസും അതുപോലെ തന്നെ ക്ലോസ് പ്രൈസിൻ്റെ ഇടയ്ക്കുള്ള ആ കംപ്ലീറ്റ് ഭാഗമാണ് നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ വിക്സ് എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ടോപ്പിലായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു നാരോ ആയിട്ടുള്ളൊരു വര, അതുപോലെ തന്നെ ബോഡിയുടെ താഴെയായിട്ട് കാണുന്ന നേരോ ആയിട്ടുള്ളൊരു വരയാണ് വിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കളറ് ടിപ്പിക്കലി എ ഗ്രീൻ ഓർ വൈറ്റ് ബോഡി ഇൻഡിക്കേറ്റ്സ് എ ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ എന്താ പറയുക, ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ബുള്ളിഷ് ബോഡി ആയിട്ടും നമ്മൾ കാണും. അതുപോലെ തന്നെ ബ്ലാക്ക് ഓർ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ബിയറിഷ് ബോഡി ആയിട്ടാണ് ഗ്ലോബലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറയുന്നത്. കളേഴ്സിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അനാട്ടമി ഓഫ് എ കാൻഡിൽ സ്റ്റിക്ക് വിത്ത് ലേബിൾഡ് പാർട്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈ കാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്. കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിൻ്റെ പ്രാധാന്യം നമുക്ക് പ്രധാനമായിട്ടും 4 പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാൻഡിൽ സ്റ്റിക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, നമ്മളെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്, ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, റിവേഴ്സൽ സിഗ്നൽസ്, അതുപോലെ തന്നെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻറ്റ്സ്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് ഈ ട്രേഡേഴ്സിൻ്റെ, ലോകമെമ്പാടുമുള്ള ട്രേഡേഴ്സിൻ്റെ ഇമോഷൻസിനെ കറക്റ്റായിട്ട് സാധൂകരിക്കും. അതായത് റിഫ്ലെക്ട്സ് ദ ഇമോഷൻ ആൻഡ് ആക്ഷൻ ഓഫ് ട്രേഡേഴ്സ്. ഓരോ ട്രേഡേഴ്സും അല്ലെങ്കിൽ ഭൂരിഭാഗം ട്രേഡേഴ്സും എങ്ങനെ നമ്മുടെ ഒരു പ്രൈസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ പ്രതികരിക്കുന്നു എന്ന് ഒരു കാൻഡിൽ സ്റ്റിക്കിൻ്റെ ബിഹേവിയറിലൂടെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒന്ന് ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷനാണ്. അതായത് ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻ്റോ സോണ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈന് ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പം മാർക്കറ്റ് അവിടെ നിന്ന് ശക്തമായിട്ട് മറ്റൊരു റീജിയനിലേക്ക് നീങ്ങും. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് കറക്റ്റായിട്ട് ഇവിടെ പറയുന്നത് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്. നെക്സ്റ്റ് വരുന്നത് റിവേഴ്സൽ സിഗ്നലാണ്. അതായത് റിവേഴ്സലായിട്ട് നമുക്കൊരു സിഗ്നൽ കൊടുക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ഒരു ഹൈയും ഒരു ലോവും വരച്ചു, മാർക്കറ്റ് ആ ഒരു റീജിയനിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഡൗൺ സൈഡ് പോയിന്റിലെത്തുമ്പം അവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിഞ്ഞ് കയറുകയാണെങ്കിൽ നമുക്ക് ഡൗൺ ട്രെൻഡിലുള്ള ഒരു സെക്യൂരിറ്റി തിരിച്ച് കയറുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് കാൻഡിൽ സ്റ്റിക്സിൻ്റെ ആ ഒരു പവറാണ് എക്സാക്ട്ലി. ഇനി എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻറ്റ്സ്, അതായത് ഇപ്പം ഒരു
പ്രൈസ് സ്ട്രക്ചർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ്. ആ ബ്രേക്ക് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മരുബോസ് വെച്ചിട്ടാണ് എങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ് ഓൺവേർഡ്സ് ക്യാൻഡിൽ ക്ലോസിന് ശേഷം നമുക്കൊരു ആ മരുബോസുവിൻ്റെ ലോ പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആയി വെച്ചുകൊണ്ട് നമുക്കൊരു അത്യാവശ്യം ഒരു 1:2 1:4 വരെയുള്ള റിവാർഡ്സ് എടുക്കാവുന്നതാണ്. കണ്ടോ നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഒരു ഡൗൺ ട്രെൻഡിലായിട്ടുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെ സംഭവം അവിടെ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ട് മാർക്കറ്റ് എക്സാക്റ്റ് റിവേഴ്സൽ വന്നത് കണ്ടോ. ഇതാണ് ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥ. ഇങ്ങനെ അനേകായിരം കഥകൾ ക്യാൻഡിൽസ്റ്റിക്സിന് പറയാനുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഒരു ബേസിക് ആയിട്ടുള്ളൊരു ട്രേഡർ സംബന്ധിച്ച് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 3 ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡോജിയാണ്. ഡോജി എന്ന് പറയുന്നത് പർട്ടിക്കുലറായിട്ട് നമുക്ക് ഒരു ട്രേഡറിന് ഇൻഡിസിഷൻ ആണ് കാണിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഒന്നും എക്സാക്ട്ലി ചെയ്യാനില്ല. ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പം ഒരു ബയ്യേഴ്സിന് മാർക്കറ്റിനെ മുകളിലോട്ടേക്ക് കൊണ്ടുപോകാനോ അതുപോലെ തന്നെ സെല്ലേഴ്സിന് മാർക്കറ്റിനെ താഴോട്ടേക്ക് വീഴ്ത്താനോ കഴിയാത്തൊരവസ്ഥ. ഹാമർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊരു ചുറ്റികയുടെ ഒരു പിക്ചർ നിങ്ങൾ സങ്കല്പിക്കുക. ചുറ്റികയുടെ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഒരു ബോഡി ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹാൻഡിൽ പാർട്ട് എന്ന് പറയുന്നത് ഒരു ലോങ് വിക്ക് ആയിട്ടും കാണാം. സോ അത് നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ നമ്മളെ ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഒരു റീജിയനിൽ വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് സോണിലേക്ക് വന്നിട്ട് അവിടെ ഒരു നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു ഹാമർ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പ് സൈഡിലോട്ടേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആണുള്ളത്. ഷൂട്ടിംഗ് സ്റ്റാർ എക്സാക്ട്ലി ഒരു ബിയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ് ആഫ്റ്റർ ആൻ അപ് ട്രെൻഡ്. ഒരു അപ് ട്രെൻഡിന് ശേഷം മാത്രമേ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടാവുകയുള്ളൂ. ഇഫ് സപ്പോസ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റ് പാരാമെട്രിക്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺ സൈഡിലാണ് ട്രേഡ് പോകുന്നത് എന്നൊരു കൺഫർമേഷൻ കിട്ടിയാൽ, അതിന് കൂടി ഒരു ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ഒരു കൺഫർമേഷൻ കൂടി കിട്ടിയാൽ എക്സാക്ട്ലി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺ സൈഡിലോട്ടേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ആൻഡ് യു ക്യാൻ മേക്ക് ആൻ അബ്സല്യൂട്ട്ലി ഗുഡ് റിട്ടേൺ ഫ്രം ദാറ്റ് പോയിന്റ് ഓൺവേർഡ്സ്. ഓക്കെ, ബേസിക് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിലെ ഡോജി നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ ലേബിൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു ബോഡി പാർട്ടാണ് ഡോജിക്കുള്ളത്. കാരണം അതിൻ്റെ ഓപ്പണിംഗ് ക്ലോസും ഏകദേശം സിമിലർ ആയിട്ട് വരും. ബയേഴ്സിനും അതുപോലെ തന്നെ സെല്ലേഴ്സിനും കറക്റ്റായിട്ട് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. യൂഷ്വലി ഈ ഒരു മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡേഴ്സും മാറി നിൽക്കാറാണ് പതിവ്. ഓഫ് കോഴ്സ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ സെല്ലേഴ്സിന് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം മാർക്കറ്റ് എവിടെയും പോകാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ സംഭവിക്കുക. ബട്ട് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് ഈ ഒരു സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ളൊരു കാര്യം. ഡ്രാഗൺ ഫ്ലൈയും ഒരു ഡോജി തന്നെയാണ്. ബട്ട് ആ ഡോജി നമുക്ക് ഒരു അപ്സൈഡ് പോസിബിലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ടെൻഡൻസി ചെയ്യുന്ന ഒരു ഡോജിയാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറയുന്നത്. ഹാമറിൻ്റെ കറക്റ്റ് പോർഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മുകൾ ഭാഗത്ത് മാത്രം ഒരു പേരിന് മാത്രം ഒരു ബോഡി ഉണ്ടാകും. ഹാമർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ അല്ലെങ്കിൽ റെഡ് കളറിലും കാണാൻ സാധിക്കും. ഓക്കെ, ബട്ട് ഗ്രീൻ കളറിലുള്ളതാണ് എക്സാക്റ്റ് ഹാമറായിട്ട് നമ്മൾ കരുതുന്നത്. ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടോ, ഒരു എക്സാക്റ്റ് പോയിന്റ് അപ് ട്രെൻഡിൻ്റെ ഒരു എക്സാക്റ്റ് എൻഡിങ് പോയിന്റിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റ് നന്നായിട്ട് താഴോട്ടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് നോക്കാം. ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാൻഡിൽസ്റ്റിക് ആണ് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ബുള്ളിഷ് പാറ്റേൺ സജസ്റ്റ് പൊട്ടൻഷ്യൽ അപ്വേർഡ് പ്രൈസ് മൂവ്മെൻറ്റ്. അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അപ്വേർഡ് പോകാൻ സാധ്യതയായിരിക്കും ഈ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഒരു പ്രൈസ് സ്ട്രക്ചറിൻ്റെ ഡൗൺ ട്രെൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെയും ഒരു ഇമേജ് നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മോർണിംഗ് സ്റ്റാർ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ് സിഗ്നലിംഗ് എ റിവേഴ്സൽ. യൂഷ്വലി ഡൗൺ ട്രെൻഡിൻ്റെ ഒരു എൻഡിങ്ങിലായിരിക്കും മോർണിംഗ് സ്റ്റാർ കാണാറ്. മോർണിംഗ് സ്റ്റാർ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ഓൺവേർഡ്സ് വ്യക്തമായ റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പ് സൈഡിലോട്ടേക്ക് ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് മേക്ക് ചെയ്യാവുന്നതാണ്. മോർണിംഗ് സ്റ്റാറിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈവനിങ് സ്റ്റാർ. അത് നമുക്ക് ഡൗൺ സൈഡിലോട്ടേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷനാണ് കാണിച്ച് തരുന്നത്. ഇനി പിയേഴ്സിംഗ് ലൈനാണ്. എ ബുള്ളിഷ് ക്യാൻഡിൽ ദാറ്റ് ക്ലോസസ് എബവ് ദ മിഡ് പോയിന്റ് ഓഫ് ദ പ്രീവിയസ് ബിയറിഷ് ക്യാൻഡിൽ. അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് പിയേഴ്സിംഗ് ലൈൻ എന്ന് പറയുന്നത്. പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ മിഡ് പോയിന്റിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ നെക്സ്റ്റ് ഫോം ചെയ്യുന്നു.
അതാണ് പിയേഴ്സിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ സർക്കിളായിട്ട് ഇട്ടിട്ടുള്ള ഈ എൻഗൾഫിംഗ് പാറ്റേൺസ് നിങ്ങൾ ഒന്ന് കാര്യമായി ശ്രദ്ധിച്ച് നോക്കണം. ഇതുപോലെ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേഡർ ആകാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഇൻഡിക്കേഷൻ വഴി ട്രേഡ് ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങളിത് വ്യക്തമായിട്ട് നോക്കണം. ഓക്കെ, ബുള്ളിഷ് എൻഗൾഫിങ് ഒരു പോയിന്റ് കണ്ടു. റെഡ് ക്യാൻഡിലിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലാണ് പറയുന്നത്. റെഡ് ക്യാൻഡിലിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റിൻ്റെ പ്രീവിയസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു റെഡ് ക്യാൻഡിലിനെ വിഴുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മറികടന്നു, അപ്പ് സൈഡിലേക്ക് ട്രേഡ് പോയി. ഹാമർ ആൻഡ് ഇൻവേർട്ടഡ് ഹാമർ അവിടെ ഫോം ചെയ്തു. ഹാമർ ടിപ്പിക്കലി ഫോം ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോകുമെന്നൊരു ഇൻഡിക്കേഷനാണ് കൊടുക്കുന്നത്. അതിന് നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്നത്. പിയേഴ്സിംഗ് ലൈൻ കണ്ടോ, പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയ ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മിഡ് പോയിന്റ് വരെ ഈ നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, അതായത് അതിനെ മറികടന്നു. സോ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ് ട്രേഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. മോർണിംഗ് സ്റ്റാർ കണ്ടു, ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമായിട്ടാണ് മോർണിംഗ് സ്റ്റാർ വരുന്നത്. മോർണിംഗ് സ്റ്റാർ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു റിവേഴ്സൽ പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. ബട്ട് ഡൗൺ ട്രെൻഡിൻ്റെ റിവേഴ്സൽ പാറ്റേൺ മീൻസ് അപ്പ് ട്രെൻഡിലായിരിക്കും മോർണിംഗ് സ്റ്റാർ ഫോം ചെയ്താൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്വീസേഴ്സ് ബോട്ടംസ് മാർക്കറ്റിൽ അധികം കണ്ടുവരുന്നൊരു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ബുള്ളിഷ് ഹറാമി, പിന്നെ 3 വൈറ്റ് സോൾജേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന്. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്, ബട്ട് നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് മനസ്സിലാകും. അത് നിങ്ങളുടെ ട്രേഡിംഗ് ജേണിനെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക്. ഓക്കെ, ഇനി ബിയറിഷ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ് ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത് എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്. അത് ഒരു എന്താണ് പറയുക, അപ്പം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ആ ഗ്രീൻ ക്യാൻഡിലിനെ വിഴുങ്ങിയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അത് ഡൗൺ ട്രെൻഡിലോട്ടേക്ക് നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേഷൻ തരുന്നു. എക്സാക്ട്ലി അത് തന്നെ ഈവനിങ് സ്റ്റാറും അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാറിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഡൗൺ ട്രെൻഡിലോട്ടേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഇൻഡിക്കേഷൻ തരുന്നു. ഡാർക്ക് ക്ലൗഡ് കവറും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ബിയറിഷ് എൻഗൾഫിംഗ് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ആ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് വിഴുങ്ങി അതിനെ താഴോട്ടേക്ക് കൊണ്ടുവരുന്നു. അത് നമുക്കൊരു ബിയറിഷ് പാറ്റേൺ ആണ് തരുന്നത്. ഈ വിഴുങ്ങിയ ഒരു പാറ്റേണിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ബഫർ സോൺ മെയിൻറ്റെയിൻ ചെയ്തൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു 1:3 റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 to 80% പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കറക്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട് കൺഫർമേഷൻ ആൻഡ് ഡൗൺ ട്രെൻഡ് ആണ് നിങ്ങൾക്ക് അവിടെ. ഓക്കെ, ഈവനിങ് സ്റ്റാർ ക്യാൻഡൽസ്റ്റിക് ഡെഫിനിഷൻ, സ്ട്രക്ചർ, ട്രേഡിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഈവനിങ് സ്റ്റാർ കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് എങ്ങനെയാണോ മോർണിംഗ് സ്റ്റാർ ഉണ്ടായത് അതുപോലെ തന്നെ ടോപ്പ് പോയിന്റിൽ വന്നിട്ട് മോർണിംഗ് സ്റ്റാർ ടോപ്പ് പോയിന്റിലെ ഒരു മോർണിംഗ് സ്റ്റാർ പോലെയാണ് ഉള്ളത്. ബട്ട് താഴെയുള്ള ആ ഒരു മോർണിംഗ് സ്റ്റാറിൻ്റെ താഴെയാണ് ആ ഒരു സ്മോൾ ബോഡി വരുന്നതെങ്കിൽ ഈവനിങ് സ്റ്റാറിൽ മുകളിലാണ് ആ ഒരു സ്മോൾ ബോഡി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബിയറിഷ് ആണ്. അതേസമയം മോർണിംഗ് സ്റ്റാർ ആണെങ്കിൽ ആ സ്മോൾ ബോഡിക്ക് ശേഷം റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് വരുന്നത് ബുള്ളിഷ് ക്യാൻഡിലാണ്. ആൻഡ് അത് വഴി നമുക്ക് മുകളിലോട്ടേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ അധികവും കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ വായിച്ച് നോക്കാം. കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോ നന്നായിട്ട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. യൂസിങ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് ഇൻ ട്രേഡിംഗ്. എന്താണ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഐഡൻറ്റിഫൈ ട്രെൻഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫൈ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ യൂസ് പാറ്റേൺസ് ടു കൺഫേം എക്സിസ്റ്റിംഗ് ട്രെൻഡ്സ് ഓർ പൊട്ടൻഷ്യൽ റിവേഴ്സൽ. അതായത് നമുക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സ് ആ ട്രെൻഡ് മാറി നേരെ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ട്രെൻഡ് ഫോം ചെയ്യുമോ എന്നൊക്കെ നമുക്ക് ആ ഒരു എക്സാക്റ്റ് സപ്പോർട്ട് എടുക്കുന്ന റീജിയൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കുന്ന റീജിയനിൽ ക്യാൻഡൽസ്റ്റിക്ക് ഫോം ചെയ്യുന്നത് വഴി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾ മറ്റ് പല പാരാമീറ്ററും നോക്കിയിട്ട് വേണം ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ബെസ്റ്റ് ട്രേഡറായി മാറുകയുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നത് കമ്പൈൻ വിത്ത് അതർ ഇൻഡിക്കേറ്റേഴ്സ്. അത് ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞതാണ്. നിങ്ങൾ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നിങ്ങൾ പല വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് പല ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ പല
എന്താ പറയുക പ്രൈസ് ആക്ഷൻ ലൈൻസും സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രെൻഡ് ലൈൻസും പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസും SGS നിഫ്റ്റിയുടെ നെക്സ്റ്റ് വാരം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ടും അതുപോലെ തന്നെ പ്രീവിയസ് ഡേയിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് എങ്ങനെ പെരുമാറിയെന്ന് നോക്കിയിട്ടൊക്കെ വേണം നിങ്ങളൊരു കറക്റ്റായിട്ടുള്ള ട്രെയിൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രാക്ടീസ് ആൻഡ് പേഷ്യൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ മാർക്കറ്റിനോട് എത്ര ദിവസം നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു, അതായത് എത്ര ദിവസം നിങ്ങൾ ചാർട്ട് വായിക്കുന്നു, എത്ര വർഷം നിങ്ങൾ മാർക്കറ്റിൽ ചിലവഴിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് മാർക്കറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് റിവാർഡ്സ് നൽകുകയുള്ളൂ. പ്രാക്ടീസ് ആൻഡ് പേഷ്യൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി പോലെ തന്നെയാണ് പ്രാക്ടീസ് ആൻഡ് പേഷ്യൻസ് ഇൻ ട്രേഡിംഗ് എന്ന് പറയുന്നതും. അപ്പം മാസ്റ്ററിങ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ടേക്സ് ടൈം ആൻഡ് പ്രാക്ടീസ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്, അത് നിങ്ങൾ ട്രേഡിംഗ് ജേണിയിൽ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ ട്രേഡിംഗ് ജേണിയെ കൂടുതൽ അത് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഓവർ റിലയൻസ് ഓൺ പാറ്റേൺസ്, അതായത് പാറ്റേൺസിന് നിങ്ങൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് റിലൈ സോൾലി ഓൺ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഫോർ ട്രേഡിംഗ് ഡിസിഷൻ. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് കാൻഡിൽസ്റ്റിക്സിൻ്റെ ഒരു പാറ്റേൺ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ട്, നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇഗ്നോറിങ് ദ ലോങ്ങർ ട്രെൻഡ്. ഇപ്പം ഒരു അപ് ട്രെൻഡിൽ ട്രേഡ്സ് ഇപ്പം ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു നമ്മളെ ഈ എന്താ പറയുക ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ DIAസും ഹൈനെറ്റ് ഇൻഡിവിജ്വൽസും അവരൊക്കെ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ് ട്രെൻഡിൽ ജസ്റ്റ് ഒരു ക്യാൻഡിൽ ഇപ്പം ഒരു ബിയറിഷ് എൻഗൾഫിങ്ങോ അതുപോലത്തെ അല്ലെങ്കിൽ ബിയറിഷ് എന്താ പറയുക മരുബോസോ അങ്ങനത്തെ ക്യാൻഡിൽസൊക്കെ കൊടുത്തിട്ട് നമ്മളെ എന്താ പറയുക നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നമ്മൾ ലോങ് ടൈം ഫ്രെയിം എടുത്ത് വെച്ചിട്ട് ട്രെൻഡ് ലൈൻസോ ഹൊറിസോണ്ടൽ ലൈൻസോ ഒക്കെ വരച്ചിട്ട് വേണം ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ലോങ് ടൈം നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡിലാണ് നമ്മുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഉള്ളത് എങ്കിൽ അവിടെ ഷോർട്ട് ചെയ്യുന്നത് വളരെ മണ്ടത്തരമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് പെട്ടെന്നൊന്ന് മുകളിലോട്ടേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ലോങ്ങർ ടൈം ഫ്രെയിം ഇട്ട് കൺഫേം ചെയ്യണം ഇതൊരു വലിയൊരു ഡൗൺ ട്രെൻഡാണ് ഇതുവരെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഡൗൺ ട്രെൻഡിലോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഇത് നിങ്ങളുടെ പ്രാക്ടീസും എക്സ്പീരിയൻസും കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരികയുള്ളൂ. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് കൺഫർമേഷൻ, വെയിറ്റ് ഫോർ കൺഫർമേഷൻ ബിഫോർ ആക്ടിങ് ഓൺ എ പാറ്റേൺ. അതായത് ഇപ്പം ഒരു എന്താ പറയുക ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ ഒരു ബിയറിഷ് എൻഗൾഫിങ്ങോ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് ക്യാൻഡിൽ ക്ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് ഇമോഷണൽ ട്രേഡിംഗ് ആണ്. സ്റ്റിക്ക് ടു യുവർ ട്രേഡിംഗ് പ്ലാൻ ആൻഡ് അവോയ്ഡ് മേക്കിംഗ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇമോഷൻസ്. അതായത് മനുഷ്യൻ്റെ വികാരങ്ങളുടെ കേന്ദ്രീകരിച്ചാകരുത് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ ഉണ്ടാക്കിയ സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാൻ എന്താണോ അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ്, ഗ്രീഡ്, ഫിയർ, ഹോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരാതിരിക്കുക. സൈക്കോളജി ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അതായത് കൺക്ലൂഷനാണ്. അവസാനമായിട്ട് നിങ്ങളിത് കറക്റ്റായിട്ട് നോക്കുക. കാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറഞ്ഞൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക റിസൾട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാൻ ചെയ്യാൻ പറ്റും. യു ക്യാൻ മേക്ക് മോർ ഇൻഫോംഡ് ട്രേഡിംഗ് ഡിസിഷൻസ് ഇതുവഴി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, റിമെമ്പർ ടു പ്രാക്ടീസ് ആൻഡ് കമ്പൈൻ പാറ്റേൺസ് വിത്ത് അതർ ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ദ ബെസ്റ്റ് റിസൾട്ട്. അതായത് പാറ്റേൺസും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ മറ്റ് പല ഗ്ലോബൽ ന്യൂസും അതുപോലെ തന്നെ RBI ഡിസിഷൻസും ഒരു ഡേയിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫൈനലി ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ if you found this video helpful. I will do more content relating to your trading journey and which will help you in your trading life better. Thanks for watching. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ കമൻറ്റ് സെക്ഷനിലൂടെ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോസിൽ അതിൻ്റെ ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.